ആ ഇനി പൂജ തുടങ്ങാം. ഇതെന്ത് പൂജയാ മുത്തശ്ശി? ശാന്തി പൂജ. ശരിക്കും പറഞ്ഞ ആത്മശാന്തി പൂജ. സാറേ, ഇനി വിളക്ക് തെളിയിക്കണ്ടേ? അതെ, വിളക്ക് തെളിയിക്കണം. കുടുംബത്തിലെ ഗ്രഹനാഥയാണ് വിളക്ക് തെളിയിക്കേണ്ടത്. അതിന് രമേശ് ഇങ്ങോട്ട് വന്നില്ലല്ലോ. ജയരാമ, നീ രമയെ വിളിച്ചില്ലേ? ഞാൻ പോയി വിളിച്ചതാമേ, വരുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശി വീട്ടിലെ ഗ്രഹനാഥയാണല്ലോ. അപ്പോ മുത്തശ്ശി വിളക്ക് തെളിയിച്ചാ മതി. എന്താ, ശരിയല്ലേ? അതെങ്ങനെയാ മഹി ശരിയാവുന്നേ? അടുത്ത ആത്മശാന്തി പൂജ നടത്താൻ ഊഴം കാത്തിരിക്കുന്ന ആളെ കൊണ്ടാണോ വിളക്ക് തെളിയിക്കേണ്ടത്? മുത്തശ്ശി അല്ലെങ്കിൽ പിന്നെ ആരാ വിളക്ക് തെളിയിക്കുന്നേ? ഇത് പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമോ ചന്ദ്രൻ പൂർണ്ണമായി മറയുന്ന ദിവസമോ നടത്തപ്പെടുന്ന പ്രാർത്ഥനാ പൂജയാ. അമാവാസി ദിവസം തന്നെയാണ് തമ്പുരാനും തമ്പുരാട്ടിക്കും അകാല മൃത്യു സംഭവിച്ചത്. ചിട്ടയോടുകൂടി കർമ്മം നടത്തണം. നിലവിളക്ക് ചന്ദ്രനിലേക്ക് തെളിയിക്കട്ടെ. ഏ അതെങ്ങനെ ശരിയാവും? അതൊക്കെ അങ്ങ് ശരിയായിക്കോളൂ. ചന്ദ്രാമ വിളക്ക് തെളിയിക്കേ. ചന്ദ്രമ്മേ, കത്തിക്ക്. നീ ആരടി എനിക്ക് പകരം നിൽക്കാൻ? തമ്പുരാനും തമ്പുരാട്ടിക്കും ആത്മശാന്തി പൂജ. ആദ്യം വീട്ടിലുള്ളവരുടെ മനസ്സിന് ശാന്തി കൊടുക്കണം. എന്നിട്ട് മതി ചത്തും മണ്ണടിഞ്ഞവർക്ക്. ഒരു തമ്പുരാനും തമ്പുരാട്ടിയും.